നമസ്കാരം, ഞാൻ മുബാറക്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് നെയിംചീപ്പ് ഹോസ്റ്റിംഗ് സ്പേസിൽ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ വേർഡ്പ്രസ് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. ഈ ഒരു ചാനൽ ഒരുപാട് വേർഡ്പ്രസ് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ ഓൺ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഹോസ്റ്റിംഗ് സ്പേസ് പർച്ചേസ് ചെയ്തിട്ട് അതിലൊരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുള്ള അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നെയിംചീപ്പ് എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെയിംചീപ്പിൻ്റെ ഹോസ്റ്റിംഗ് സ്പേസിൽ എങ്ങനെ നമുക്ക് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം നെയിംചീപ്പ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലൊരു പേജിലേക്ക് പോകും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്റ്റിംഗ് സ്പേസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡൊമൈനുകളുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ഓപ്ഷനിലല്ല പോകേണ്ടത്. ഇടത് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോസ്റ്റിംഗ് ലിസ്റ്റ് എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൊമൈൻ നെയിമും അതിന് തൊട്ടടുത്തായിട്ട് ഗോ ടു cPanel എന്നുള്ളതും കാണാം. cPanel എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ cPanel എന്ന് പറയുന്ന പുതിയൊരു പേജിലേക്ക് റീഡയറക്റ്റ് ആവും. ഇപ്പോൾ റീഡയറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലൊരു കുറച്ച് ഓപ്ഷൻസുകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും മുകളിലായിട്ട് ആപ്പ് ഇൻസ്റ്റാളർ എന്നുള്ളത് കാണിക്കും. ജസ്റ്റ് മുകളിൽ ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആപ്പ് ഇൻസ്റ്റാളർ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേർഡ്പ്രസ് ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, വേർഡ്പ്രസ് ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചൂസ് ഇൻസ്റ്റാളേഷൻ URL എന്നുള്ളത്. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോസ്റ്റിംഗ് സ്പേസിൽ ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകളെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് URLലാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. താഴെ സൈറ്റ് സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. ഇവിടെ സൈറ്റ് നെയിം ഇപ്പോൾ എൻ്റർ ചെയ്യണമെങ്കിൽ എൻ്റർ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്താലും മതി. അതിനുശേഷം ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും അഡ്മിൻ അക്കൗണ്ട്, അതിൻ്റെതായ അഡ്മിൻ യൂസർ നെയിം, അതേപോലെ തന്നെ അഡ്മിൻ പാസ്വേഡ്. ഈ യൂസർ നെയിമും പാസ്വേഡാണ് പിന്നീട് നിങ്ങൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ലോഗിൻ ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യൂസർ നെയിമും പാസ്വേഡാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡും കൊടുക്കുക. അടുത്തതായിട്ട് വരുന്നത് അഡ്മിൻ ഇമെയിൽ ID ആണ്. ഇവിടെ നിങ്ങൾ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുത്തില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വേർഡ്പ്രസ് വെബ്സൈറ്റിൽ പോയിട്ട് അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. പിന്നെ സൈഡിലായിട്ട് കാണാൻ പറ്റും സെലക്ട് പ്ലഗിൻസ് എന്നുള്ളത്. ഇതെല്ലാം തന്നെ അൺടിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ടിക്ക് ചെയ്യണമെങ്കിൽ ടിക്ക് ചെയ്യുക, അൺടിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം താഴെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വെബ്സൈറ്റിൽ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3 മിനിറ്റ് സമയമെടുക്കും. ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 URL കാണാൻ പറ്റും. ഒന്ന് വെബ്സൈറ്റിൻ്റെ URL ആണ്, മറ്റൊന്ന് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലോഗിൻ്റെ URL ആണ്. അതായത് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ടുള്ള URL ക്ലിക്ക് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ടുള്ള URL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അഡ്മിൻ ലോഗിൻ ചെയ്യാനുള്ള URL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരിക. അപ്പോൾ ഈ ഒരു പേജിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞു വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു യൂസർ നെയിമും പാസ്വേഡാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ ഇത്രയാണുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.